കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി പാലക്കാട് വലിയപാടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആനയൂട്ട് ഭക്തി നിർഭരമായി നടന്നു. വലിയ ജനപങ്കാളിത്തത്തോടെയായിരുന്നു ചടങ്ങുകൾ. ആനയൂട്ടിന് മുന്നോടിയായി ഗജപൂജ നടന്നു. തുടർന്ന് മന്തക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയുണ്ടായി. ക്ഷേത്രസന്നിധിയിലെത്തിയ ശേഷമാണ് ആനയൂട്ട് നടന്നത്. കുറുവട്ടൂർ ഗണേശൻ, കുളമാക്കിൽ ഗണേശൻ, ചെറിയപറമ്പത്ത് ഗോപാൽ, അമ്പാടി മഹാദേവൻ, ഗീതാഞ്ജലി പാർത്ഥസാരഥി എന്നീ 5 ആനകളാണ് ഇത്തവണ ആനയൂട്ടിൽ പങ്കെടുത്തത്. ക്ഷേത്രസന്നിധിയിൽ നിരന്നുനിന്ന ആനകൾക്ക് വിവിധ വിഭവങ്ങൾ സമർപ്പിച്ചുകൊണ്ടായിരുന്നു ആനയൂട്ട്. ഒപ്പം വോട്ട് ലഭിക്കുന്നതിനും അതിനോട്ട് നടത്തണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. അത്തരത്തിലുള്ള മഹാഗണപതി യോഗത്തിന് തീർത്ഥാടനത്തിലുള്ള വലിയപാടം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ 25 വർഷമായി തുടരുന്ന ആനയൂട്ട് കർക്കിടക മാസത്തിലെ പ്രധാന ആചാരങ്ങളിലൊന്നാണ്. ഗജപൂജയ്ക്കും ഘോഷയാത്രയ്ക്കും പിന്നാലെ നടന്ന ആനയൂട്ട് കാണാനും ചടങ്ങുകളിൽ പങ്കെടുക്കാനുമായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്ര പരിസരം ഭക്തജനങ്ങളാൽ നിറഞ്ഞതോടെ ചടങ്ങുകൾ ഉത്സവ അന്തരീക്ഷത്തിലായി. ആനയൂട്ടിന് ശേഷം ഔഷധക്കഞ്ഞി വിതരണവും നടന്നു. കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനും ശരീരശുദ്ധിക്കും പ്രാധാന്യം നൽകുന്ന പരമ്പരാഗത ആചാരങ്ങളുടെ ഭാഗമായാണ് ഔഷധക്കഞ്ഞി വിതരണം നടത്തിയത്. ഭക്തരും പ്രദേശവാസികളും ഔഷധക്കഞ്ഞി സ്വീകരിച്ചു. ക്ഷേത്രത്തിൽ എല്ലാ ഷഷ്ഠി ദിവസങ്ങളിലും രാവിലെ പ്രഭാത ഭക്ഷണ വിതരണവും നടത്തുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആനകൾ കുറുവട്ടൂർ ഗണേശ്, കുളമാക്കിൽ ഗണേശൻ, ചെറിയപറമ്പത്തിൽ ഗോപാൽ, അമ്പാടി മഹാദേവൻ, ഗീതാഞ്ജലി പാർത്ഥസാരഥി, ഇങ്ങനെ 5 ആനയാണ് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആനയൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഔഷധക്കഞ്ഞി, കർക്കിടക ഔഷധക്കഞ്ഞി വിതരണമുണ്ട്. പിന്നെ എല്ലാ ഷഷ്ഠി ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളും രാവിലത്തെ പ്രഭാത ഭക്ഷണം അമ്പലത്തിൽ നടക്കുന്നുണ്ട്. ഘോഷയാത്ര 9 മണിക്ക് മന്തക്കര ഗണപതി ക്ഷേത്രത്തിൽ ഘോഷയാത്ര ഉണ്ടായിരുന്നു. ഗജപൂജ ഇവിടെ കഴിഞ്ഞതിന് ശേഷം ഘോഷയാത്രയ്ക്ക് ശേഷമാണ് ആനയൂട്ട്. അതോടൊപ്പം തന്നെ കർക്കിടക ഔഷധക്കഞ്ഞി. UTV ന്യൂസ്, പാലക്കാട്.